നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛനും മകളും ഒന്നാവാൻ ഇനി ദീപക്ക് സമ്മതിക്കില്ലമ്മേ. മിടുക്കൻ, നീ അതിനുള്ള വഴി ആലോചിക്ക. മനസ്സിലായല്ലോ, നിന്റെ മാർഗത്തിൽ ഇനി കുരുതികളില്ല. റിസൾട്ട് ഡോക്ടർ പറയും. ഡോക്ടർ റിപ്പോർട്ടിൽ എന്താ ഡോക്ടർ ഉള്ളത്? നമ്മൾ വിചാരിച്ച പോലെ ഈ ഇൻഹേലറിൽ വിഷാംശമൊന്നുമില്ല. ഇറ്റ് ഈസ് ഗുഡ് ഇൻ കണ്ടീഷൻ. പിന്നെ എങ്ങനെ വർമ്മ സാറിന്റെ ലങ്സ് ഇൻഫെക്റ്റഡ് ആയി? എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ എന്ന് അറിയാനുള്ള ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഡിസ്ചാർജ് എഴുതി തരാം. വർമ്മ സാറിന്റെ ഹെൽത്ത് ഇപ്പൊ ഓക്കെയാണ്. കുറച്ച് ദിവസത്തേക്കൊന്ന് കെയർ ചെയ്യണം. ആരാ വർമ്മ സാറിനെ നോക്കാൻ വീട്ടിലുള്ളത്? രതിക മാഡം ഉണ്ട്, വർമ്മ സാറിന്റെ മകള്. ഗുഡ്, ഒന്ന് വരൂ, ഞാൻ വേണ്ട നിർദ്ദേശങ്ങൾ തരാം. ശരി മാഡം. രാജു, ഇത്രയും നേരം നിങ്ങൾ എന്നെ സംശയിച്ചു. നീ എന്റെ ദേഹത്തെ കൈയും വെച്ചു. ഇപ്പൊ എന്തായി? എനിക്ക് നിന്നെ ഇപ്പോഴും വിശ്വാസമില്ല ദീപക്. നീ തന്നെയാണ് എന്തോ ചെയ്തത്. അതിന് തെളിവൊന്നുമില്ലല്ലോ രാജു. ചരട് കുറച്ചു നേരം നിന്റെ കയ്യിലായിരുന്നു. അതുകൊണ്ട് നീ എന്നെ തല്ലിയപ്പോ ഞാനത് സഹിച്ചു. അവസരം എനിക്കും വരും. അന്നും മുതലും പലിശയും ചേർത്ത് ഞാൻ നിനക്ക് തിരിച്ചു തരും. ഒരുങ്ങിയിരുന്നോ നീ? അമ്മയെ വിളിക്കാം. എങ്ങനെയെങ്കിലും ഇൻഹേലർ അവിടെ നിന്ന് എടുത്ത് മാറ്റണം. The subscriber you are calling is switched off. Please try after some time. Come on, pick up. ഹലോ, ആരാ? ഞാനാ ദീപക്. എന്താ സാർ ഈ സമയത്ത്? ദിവ്യേ, നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. പറയുന്നത് പോലെ ചെയ്യണം. നീ വേഗം അമ്മാവിന്റെ മുറിയിൽ പോണം. മുറിയിൽ എവിടെയെങ്കിലും അമ്മാവിന്റെ ഇൻഹേലർ കാണും. ആ ഇൻഹേലർ നീ എടുക്കണം. എന്നിട്ട് അയ്യോ ദീപക് സാർ, എനിക്ക് പേടിയാ. ഞാൻ പറയുന്നത് പോലെ നീ അനുസരിച്ചാൽ നിന്നെ ഞാൻ ഇനി ശല്യം ചെയ്യില്ല. എന്റെ കയ്യിലുള്ള നിന്റെ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യാം. പക്ഷെ അനുസരിക്കാൻ നിനക്ക് മടിയാണെങ്കിൽ നിന്റെ പുറകെ ഞാൻ എപ്പോഴും ഉണ്ടാവും. സൂര്യം തരില്ല ഞാൻ. പോയി പറഞ്ഞതുപോലെ ചെയ്യടി. ശരി സാറേ. അമ്മേ, എന്തിനാ എന്നെ? ശബ്ദിച്ചു പോകരുത്. എടാ, നിന്നോട് ആരാടാ പ്രതാപനെ കൊല്ലാൻ ശ്രമിക്കാൻ പറഞ്ഞത്? അമ്മേ, അത് ഞാൻ നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ ചെയ്തേ. നല്ലതേതാ ചീത്ത ഏതാന്ന് തിരിച്ചറിയാനുള്ള വിവേകം നിനക്കുണ്ടാവുന്ന ഞാൻ കരുതിയത്. നിന്റെ തലയ്ക്കകത്ത് കളിമണ്ണാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പ്രതാപനെ കൊല്ലാനായിരുന്നെങ്കിൽ എനിക്കത് എപ്പോഴേ ആവുമായിരുന്നു ദീപക്. എന്റെ കൈകൊണ്ട് നൽകുന്നത് വിഷമാണെന്ന് അറിഞ്ഞാ പോലും അവൻ ചിലപ്പോ അത് വാങ്ങി കുടിക്കും. ഒരുമിച്ച് വളർന്ന നാൾ മുതൽ ഞാൻ അവനോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ നന്ദി സൂചകമായി എനിക്ക് വേണ്ടി മരിക്കാനും അവൻ തയ്യാറാകും. എന്റെ മകനായ നീ അതിന് തയ്യാറാകുമോ? പ്രതാപം മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ജീവിച്ചിരിക്കുന്ന അത്രയും നാൾ കരിങ്കല്ല് പോലും വജ്രമാക്കാൻ കഴിവുള്ളവനവൻ. പ്രതാപനെതിരെ ഞാൻ ചെയ്തതൊക്കെ നിനക്ക് വേണ്ടിയാ, നിന്റെ ഭാവിക്ക് വേണ്ടിയാ. നീ പഠിച്ചിട്ടോ രക്ഷപ്പെട്ടില്ല. കുറച്ച് സമ്പത്തുണ്ടാക്കി നിനക്ക് തരാന്ന് വിചാരിച്ചിട്ടാ
നിനക്ക് വേണ്ടി ഞാൻ ഈ പെടാപ്പാടൊക്കെ പെടുന്നത്. ഓ, അപ്പൊ അമ്മ തന്നെ ഞാനൊരു കഴിവില്ലാത്തവനാണെന്ന് പറയുവാണല്ലേ? എന്നെ കുറ്റപ്പെടുത്തുമ്പോ അമ്മ ഒരു കാര്യം ഓർക്കണം. എന്റെ മനസ്സിൽ പകയുടെ വിത്ത് പാകിയത് അമ്മയാണ്. ആ വിഷം വീര്യം കൂടി ഉറഞ്ഞുകൂടി ഇരിക്കുക. ലക്ഷ്യത്തിലെത്താൻ ഈ ദീപക് എന്തും ചെയ്യും, എന്തും. മോനെ, നീ അമ്മ പറയുന്നതിന്റെ പൊരുളൊന്നും മനസ്സിലാക്ക്. നിന്റെ അമ്മാവന്റെ മൊത്ത സ്വത്തും നിനക്ക് ലഭിക്കണം. അത് നീ നേടാൻ പോകുന്നതേ അമ്മാവന്റെ ജീവൻ കളഞ്ഞിട്ടാവരുത്. ഋതികയുടെ കഴുത്തിൽ നീ താലി ചാർത്തിട്ടാവണം. അതും നിന്റെ അമ്മാവന്റെ അനുവാദത്തോടു കൂടി. നീയൊന്നോർത്തോ, പ്രതാപനും ഋതികയും തമ്മിലുള്ള അകലം കുറഞ്ഞാൽ നിനക്കൊരിക്കലും ഋതികയെ കിട്ടില്ല. പ്രതാപനെ നീ കൊല്ലാൻ ശ്രമിച്ചപ്പോ അവനെ ഋതിക ആശുപത്രിയിൽ എത്തിച്ചു, ജീവൻ രക്ഷിച്ചു. പ്രതാപന്റെ മനസ്സിൽ അവളോടുള്ള മഞ്ഞുമല ഇടിയാൻ തുടങ്ങിയിരിക്കുന്നു. അത് നിന്റെ ലക്ഷ്യത്തിന് തടസ്സമാണ്. നീയായിട്ട് അവൾക്കൊരു അവസരം ഉണ്ടാക്കി കൊടുത്തു. എന്റെ തെറ്റെനിക്ക് മനസ്സിലായമ്മേ. നല്ലത്. അച്ഛനും മകളും ഒന്നാവാൻ ഇനി ദീപക് സമ്മതിക്കില്ലമ്മേ. മിടുക്കൻ. നീ അതിനുള്ള വഴി ആലോചിക്ക. മനസ്സിലായല്ലോ? നിന്റെ മാർഗത്തിൽ ഇനി കുരുതികളില്ല, കുതന്ത്രങ്ങൾ മാത്രം. മനസ്സിലായമ്മേ. ചേച്ചി വല്യച്ഛന്റെ കൈ പിടിച്ചിട്ടും വല്യച്ഛൻ വഴക്ക് പറഞ്ഞില്ല. എന്താ അമ്മ ഇവിടെ നടക്കുന്നത്? രാജു, ഞാൻ പൂർണ്ണമായും ആരോഗ്യവാനായി എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടല്ലേ ആശുപത്രിയിൽ നിന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്തത്? അതെ. അപ്പോ എനിക്ക് നടക്കാൻ പരസഹായത്തിന്റെ ആവശ്യമുണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.